ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യക്കാരെ അടിച്ചു പുറത്താക്കുകയും ജയിലിൽ പൂട്ടുകയും ചെയ്യുന്ന അമേരിക്കൻ നിലപാടിൽ ഇതാ ഇന്ത്യൻ പ്രതികരണം വന്നിരിക്കുന്നു. ഇന്ത്യ സർക്കാർ ഔദ്യോഗികമായി ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ പൗരന്മാർക്കുമായി അടിയന്തര അറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ്. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർ അവർ എവിടെ ഏത് രാജ്യത്ത് ജീവിക്കുന്നു അവിടുത്തെ ലോക്കൽ നിയമങ്ങൾ കർശനമായി അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിപ്പിറക്കി. ഓർക്കുക, കേരളത്തിലും ഇന്ത്യയിലും ഇരുന്ന് ഹമാസിനെ പച്ചയടിച്ച് വെളുപ്പിച്ച് ഇസ്രയേലിനെ ചീത്ത പറയുന്ന ആളുകൾ വിദേശത്തെത്തിയാൽ ആ ശീലം അങ്ങ് മറന്നേക്കണം. ഹമാസിനെ വെള്ളപൂശിയാൽ യൂറോപ്പ്, ഗൾഫ് യൂണിയൻ, അമേരിക്ക, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ നിങ്ങളെ പിടിച്ച് ഭീകര ചാപ്പകുത്തി ജയിലിൽ പൂട്ടും. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരൻ ബദർ ഖാൻ സൂരി ജയിലിലാണ്. ഹമാസിനെ പിന്തുണച്ച ഇന്ത്യക്കാരനെ ട്രംപിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പൂട്ടുകയായിരുന്നു. അതിനു മുൻപ് ഹമാസിനെ അനുകൂലിച്ച മറ്റൊരു ഇന്ത്യക്കാരി അറസ്റ്റിനു മുൻപ് കാനഡയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഇന്ത്യക്കാരിയെ അമേരിക്ക ഡിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ജയിലിൽ പൂട്ടിയതും ഡിപ്പോർട്ട് ചെയ്തതുമായ ഇന്ത്യക്കാർക്ക് സഹായം നൽകില്ല എന്നും ആരും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ഇത് അറിയിച്ചിരിക്കുന്നത്. രഞ്ജിനിയുടെ വിസ റദ്ദാക്കലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിസ, കുടിയേറ്റ നയങ്ങളുടെ കാര്യത്തിൽ അതൊരു രാജ്യത്തിന്റെ പരമാധികാര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്ന് ഇന്ത്യയുടെ നിലപാട് ഉദ്യോഗസ്ഥൻ ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ഭാഗത്ത് വിദേശ പൗരന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ ഞങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇന്ത്യൻ പൗരന്മാർ വിദേശത്തായിരിക്കുമ്പോൾ അവർ പ്രാദേശിക നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ഹമാസ് പ്രചരണം പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ച് സൂര്യയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ജൂതവിരുദ്ധതയെ പ്രതിരോധിക്കാൻ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂതർക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. സ്റ്റുഡന്റ് വിസയിൽ യുഎസിലെത്തി ഹമാസ് അനുകൂല പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരെയും നാടുകടത്തും എന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത്. കടുത്ത വിവേചനമാണ് ജൂത വിദ്യാർത്ഥികൾ അമേരിക്കൻ ക്യാമ്പസുകളിൽ നേരിടേണ്ടി വരുന്നത്. ക്ലാസ് റൂമുകൾ, ലൈബ്രറികൾ, ക്യാമ്പസിലെ മറ്റു പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ജൂതന്മാർക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു. അവരെ ഭയപ്പെടുത്തി, ചൂഷണം ചെയ്ത്, ഉപദ്രവിച്ച് ശാരീരികമായ ഭീഷണികളും അവർ നേരിട്ടു. ജൂതവിരുദ്ധത പൂർണ്ണമായും പ്രതിരോധിക്കുക എന്നതാണ് അമേരിക്കയുടെ നയം. അതിനായി എല്ലാവിധ നിയമവശങ്ങളും ഉപയോഗിക്കുമെന്നും ട്രംപ് ഉത്തരവിറക്കിയിരുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നടന്ന ഹമാസ് ഭീകര ആക്രമണത്തിന് ശേഷം ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധം അമേരിക്കയിൽ വലിയ ചലനങ്ങളായിരുന്നു സൃഷ്ടിച്ചത്. യുഎസിലെ ക്യാമ്പസുകളിൽ പലസ്തീനു വേണ്ടി എന്ന പേരിൽ ഹമാസ് അനുകൂല പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറി. ക്യാമ്പസുകളിലെ ജൂത വിദ്യാർത്ഥികളെ ഹമാസ് അനുകൂലികൾ അടിച്ചോടിച്ചു. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ജൂത വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന വിവേചനം പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.